സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാനിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമായ ബാന്ദർ അബ്ബാസ് പോർട്ടിൽ ശനിയാഴ്ച നടന്ന സ്ഫോടനമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത ഈ ദിവസങ്ങളിൽ. ഹോർമുസ് കടലിടുക്കിൽ ആണ് ഈ പോർട്ടിൻ്റെ ലൊക്കേഷൻ. പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന കടല് അറേബ്യൻ സീയിൽ നിന്ന് പേർഷ്യൻ നാടുകളുടെ ഇടയിലൂടെ നീണ്ടുകിടക്കുന്ന ഒരു കടലിടുക്കാണ് എന്ന് നമുക്കറിയാം. വലിയ വീതിയില്ലാത്ത സ്ഥലമാണ് അത്. ഒരു ഭാഗത്ത് ആ കടലിടുക്ക് തുടങ്ങുന്നത് ഒരു ഭാഗത്ത് ഒമാനും മറുഭാഗത്ത് ഇറാനുമായിട്ടാണ്. അങ്ങനെ ഒമാൻ്റെയും ഇറാൻ്റെയും ഇടയിലൂടെ ഉള്ളിലേക്ക് കടന്ന് അതിൻ്റെ കിഴക്ക് വശത്ത് മുഴുവൻ ഇറാൻ തന്നെയാണ്. അതിൻ്റെ മറുവശത്ത് പടിഞ്ഞാറ് വശത്തുള്ളത് കുറേയൊക്കെ അവിടെ ഇറാഖ് വരുന്നുണ്ട്, മറ്റ് കുറേ രാജ്യങ്ങൾ വരുന്നു, കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളെല്ലാം വരുന്നത് അതിൻ്റെ വക്കിലാണ്. അപ്പോൾ ഈ ഒരു സൈഡിലുള്ള ഇറാൻ്റെ ഇങ്ങ് തെക്കേ അറ്റത്തേക്ക് മാറി, അതായത് ഈ ഒമാൻ്റെ ഭാഗത്ത് അങ്ങോട്ട് ഉള്ളിലേക്ക് കടന്ന ഉടനെ തന്നെയാണ് ഈ പോർട്ടിൻ്റെ ലൊക്കേഷൻ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ കടലിലേക്ക് തള്ളി നിൽക്കുന്ന പ്രദേശം അവിടെ പേർഷ്യൻ ഗൾഫിന് വീതി കുറവാണ്. ഏകദേശം ഒരു 50 കിലോമീറ്ററാണ് ഇവിടെ പേർഷ്യൻ ഗൾഫിന് വീതിയുള്ളത്. അപ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് കടലിലൂടെ 50 കിലോമീറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാനിലേക്ക് എത്തും. ആ വീതി കുറഞ്ഞ പ്രദേശത്താണ് ഈ പോർട്ടുള്ളത്. ബന്ദർ അബ്ബാസ് പോർട്ട് എന്ന് പറയുന്ന പോർട്ട് അവിടെയാണുള്ളത്. അപ്പോൾ ആ പോർട്ടിൻ്റെ പ്രത്യേകത ഇറാനിലെ ഏറ്റവും വലിയ പോർട്ടാണ്. അത് കണ്ടെയ്നറിൻ്റെ വലിയ ടെർമിനലാണ്. ഇറാനിലേക്ക് വരുന്ന ചരക്കുകൾ മുഴുവൻ ഡീപോർട്ട് ചെയ്യുന്നത് അവിടെയാണ്. കൂടാതെ ഇറാൻ്റെ ഓയിൽ എക്സ്പോർട്ടിൻ്റെ 20% ഈ പോർട്ടിൽ നിന്ന് തന്നെയാണ് നടക്കുന്നത്. വളരെ പ്രാധാന്യമേറിയ ഒരു പോർട്ടാണ്. ഈ പോർട്ടിലാണ് ഈ വലിയ എക്സ്പ്ലോഷൻ നടന്നത്. അപ്പോൾ ആദ്യം എക്സ്പ്ലോഷൻ നടന്ന സമയത്ത് അതിൻ്റെ എക്സ്റ്റൻറ്റിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് മനസ്സിലായത് വലിയ വൻ തീപിടുത്തമാണ്. അപ്പോൾ ഇന്ന് രാവിലെ വരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് മരണസംഖ്യയെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം ഈ എക്സ്പ്ലോഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ആ പോർട്ടിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഇറാൻ്റെ പട്ടാളം ഏറ്റെടുക്കുകയും അവിടെ ആ പോർട്ടിൻ്റെ ഒഫീഷ്യൽസിനെ അടക്കം അതിനകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പട്ടാളം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് കിട്ടുകയില്ല. ഒരു ന്യൂസ് ഏജൻസികൾക്കും ആ പ്രദേശത്തേക്ക് പ്രവേശനമില്ല. ഏകദേശം 80 കിലോമീറ്റർ ദൂരെ വരെ ഈ എക്സ്പ്ലോഷൻ്റെ ശബ്ദം കേട്ടുവെന്നും ഈ എക്സ്പ്ലോഷൻ നടന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകളടക്കം അകലെയുള്ള സ്ഥലങ്ങളിലെ മൾട്ടി സ്റ്റോറേഡ് ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റുകളുടെയൊക്കെ ഗ്ലാസുകളൊക്കെ തകരുകയും ചില ഫ്ലാറ്റുകൾക്കൊക്കെ വിള്ളലുണ്ടാവുകയും ചെയ്തു എന്ന് നമുക്ക് റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മരണസംഖ്യ 40-ഉം പരിക്കേറ്റവരുടെ എണ്ണം 1200-ഉമാണ്. മരണസംഖ്യ അതിൻ്റെ എത്രയോ ഇരട്ടിയാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ എന്തുകൊണ്ട് സ്ഫോടനം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് ഇറാൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അവർ പറയുന്നത് കെമിക്കൽസിന് തീപിടിച്ചു എന്നാണ്. വാസ്തവത്തിലൂടെ സംഭവിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ ഏജൻസികളുടെ വളരെ തുടക്കം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം, ചൈനയിൽ നിന്ന് ഇവിടേക്ക് സോഡിയം പെർക്ലോറേറ്റ് ഇവർ ഇമ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാ പെർക്ലോറേറ്റുകളും ഹൈലി എക്സ്പ്ലോസീവാണ്. സോഡിയം പെർക്ലോറേറ്റ് ആയിക്കൊള്ളട്ടെ, പൊട്ടാസ്യം പെർക്ലോറേറ്റ് ആയിക്കൊള്ളട്ടെ, അമോണിയം പെർക്ലോറേറ്റ് ആയിക്കൊള്ളട്ടെ, പെർക്ലോറൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഹൈലി എക്സ്പ്ലോസീവാണ്. അപ്പോൾ ഇവിടേക്ക് സോഡിയം പെർക്ലോറേറ്റ് ഉപയോഗിക്കുന്നത് മിസൈലുകൾക്കകത്തുള്ള ഫ്യൂവലിന് വേണ്ടിയാണ്. മിസൈലിനകത്ത് ഫ്യൂവൽ സാധാരണ ഉപയോഗിക്കുന്നത് അമോണിയം പെർക്ലോറേറ്റ് ആണ്. അമോണിയം പെർക്ലോറേറ്റ് ഇമ്പോർട്ട് ചെയ്യുവാൻ ഇന്റർനാഷണൽ ബാൻ ഉള്ളത് കൊണ്ട് ഇറാന് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സോഡിയം പെർക്ലോറേറ്റ് തന്നെ ഒരു രാജ്യവും ഇറാന് കൊടുക്കില്ല. ഇത് ചൈനയിൽ നിന്ന് കിട്ടിയതാണ്. ചൈനയിൽ നിന്ന് 2 കണ്ടെയ്നർ നിറയെ സോഡിയം പെർക്ലോറേറ്റ് ഇറാൻ പർച്ചേസ് ചെയ്തതായി 2 മാസം മുമ്പ് തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ പർച്ചേസ് ചെയ്ത സോഡിയം പെർക്ലോറേറ്റ് പോർട്ടിൽ കൊണ്ട് സൂക്ഷിക്കുകയും കണ്ടെയ്നറിനുള്ളിൽ തന്നെയോ അല്ലെങ്കിൽ ആ പോർട്ടിൻ്റെ പ്രദേശങ്ങളിലോ ആയിട്ട് ഇവർ സൂക്ഷിച്ചു. ഇത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് കൊണ്ടുപോയിട്ട് ഫാക്ടറികളിൽ കൊണ്ടുപോയി അത് അമോണിയം പെർക്ലോറേറ്റ് ആക്കി മാറ്റി അത് മിസൈലുകളിൽ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു ഇവരിത് കൊണ്ടുവന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സോഡിയം പെർക്ലോറേറ്റ് ഒരു കാരണവശാലും പോർട്ടിൽ സൂക്ഷിക്കാൻ പാടുള്ള സാധനമല്ല. അപ്പോൾ അവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം അവരിത് മാസങ്ങളോളം പോർട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നത്. പോർട്ട് അതോറിറ്റി തന്നെ ഈ കെമിക്കൽസ് കൊണ്ടുവന്ന ആളുകളുണ്ട്. ഡെഫിനറ്റ്ലി ഇത് ഡിഫൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും അവരുടെ വിയോജിപ്പ് അറിയിച്ചതായി വാർത്തകൾ ചോർന്നു വരുന്നുണ്ട്. അപ്പം എന്താണ് വാസ്തവത്തിലൂടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ കഴിഞ്ഞ തവണ അറ്റാക്ക് ചെയ്തതോടെ അവിടെ മിസൈൽ ഫെസിലിറ്റികൾ മുഴുവൻ തകരുകയും അവരുടെ മിസൈലിലേക്കുള്ള ഫ്യൂവൽ സ്റ്റോറേജുകൾ തകരുകയും മിസൈലുകൾ തകരുകയും എല്ലാം ചെയ്തതുകൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് പുതിയ മിസൈലുകൾ ഉണ്ടാക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ പുതിയ മിസൈലുകൾ ഉണ്ടാക്കേണ്ട ആവശ്യത്തിന് ഈ അമോണിയം പെർക്ലോറേറ്റ് വേണം. അപ്പോൾ അമോണിയം പെർക്ലോറേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സോഡിയം പെർക്ലോറേറ്റ് ആണ് ഈ കൊണ്ടുവന്നത്.
2 കണ്ടെയ്നർ നിറയെ സോഡിയം പെർക്ലോറേറ്റ് എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയലാണ് ഇവർ കൊണ്ടുവന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവരുടെ അന്നത്തെ ആക്രമണത്തിൽ ഈ സോഡിയം പെർക്ലോറേറ്റ് അമോണിയം പെർക്ലോറേറ്റ് ആക്കി മാറ്റുന്ന ഫാക്ടറികൾ അവ നശിച്ചു പോയതുകൊണ്ട് അവയുടെ പുനർനിർമ്മാണം റെഡി ആവുന്നത് വരെ ഇവരിത് പോർട്ടിൽ സൂക്ഷിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. ഇനി എങ്ങനെ പൊട്ടിത്തെറി ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചും ഉറപ്പില്ല. കാരണം ഈ സോഡിയം പെർക്ലോറേറ്റ് ഹൈലി എക്സ്പോസ്, ചെറിയൊരു പ്രഷർ വന്നാൽ അത് പൊട്ടും. അതിന് ഡിറ്റണേഷൻ്റെ ആവശ്യമില്ല. ഒന്ന് പെർക്ലോറൈറ്റ്സിൻ്റെ പ്രത്യേകതയാണ്. പെർക്ലോറൈറ്റ്സ് പിന്നെ ഒരു ഡിറ്റണേഷൻ്റെ ആവശ്യമില്ല, ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷറിൽ തന്നെ അത് പൊട്ടും. അപ്പോൾ അത് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഡിവൈസുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ തന്നെ പൊട്ടിച്ചതാണോ എന്നുള്ള സംശയം പുറമേയുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇന്നലെ ഒമാനിൽ വെച്ച് ഇറാനും US തമ്മിലുള്ള 3ാം വട്ട സമാധാന ചർച്ച നടക്കുകയായിരുന്നു. അപ്പോൾ അത് ഈ സമാധാന ചർച്ചകളോട് ഉള്ള ഇസ്രായേലിൻ്റെ വിയോജിപ്പ് ആദ്യം മുതലേ ലോകപ്രശസ്തമാണ്. കാരണം ഇത് ട്രംപിനെ സംബന്ധിച്ചിരിക്കും അദ്ദേഹം ഒരു ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ്. കാരണം അദ്ദേഹം ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അമേരിക്കയിലെ ഈ ജ്യൂസിൻ്റെ വോട്ട് നേടാൻ വേണ്ടി അദ്ദേഹം അമേരിക്കയിലെ ജ്യൂസിന് ഒരുപാട് പ്രോമിസുകൾ കൊടുത്തിരുന്നു. ആ പ്രോമിസുകൾ കൊടുത്തതിനകത്ത് ഒരു സംഗതിയാണ് അദ്ദേഹം ഇറാനെ ന്യൂട്രലൈസ് ചെയ്യും, ബോംബ് ചെയ്യുന്നൊക്കെ പറഞ്ഞ കാര്യം. പക്ഷെ അമേരിക്ക പോലത്തെ ഒരു രാജ്യം പോയിട്ട് ഇറാനോട് യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വരുത്തി വയ്ക്കുന്ന കോംപ്ലിക്കേഷൻസ്, അവിടെ എത്ര നാൾ അമേരിക്ക കുടുങ്ങി കിടക്കേണ്ടി വരും, അവിടെ ചിലവാക്കേണ്ടി വരുന്ന പണം എത്രയാണ്, അമേരിക്കൻ പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത, ഇത് ഒരുപാട് വിഷയങ്ങളുണ്ട്. മാത്രമല്ല ട്രംപ് ആസച്ച് ഒരു യുദ്ധവിരോധിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അവിടെ ഇറാനിൽ പോയിട്ട് യുദ്ധം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാലും അതിനകത്ത് നിന്ന് ഊരിയെടുത്ത് ഒരു സമാധാന കരാർ ഉണ്ടാക്കി ഊരിയെടുക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ജീവൻ മരണ പ്രശ്നമാണ്. ഇന്നലെ രാവിലെ നെതന്യാഹു ഞായറാഴ്ച പ്രഖ്യാപിച്ച ഒരു കാര്യം, അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഡിസ്മാൻഡിൽ ചെയ്യണം, അഴിച്ചു മാറ്റണം. പരിപൂർണമായും അവരുടെ എൻറിച്ച്മെന്റ് ഫെസിലിറ്റികൾ പരിപൂർണമായും അവിടെ ഡിസ്മാൻഡിൽ ചെയ്ത് ഒഴിവാക്കണം. 2, അവരുടെ ബാലിസ്റ്റിക് മിസൈൽ കേപ്പബിലിറ്റി ഇല്ലാതാക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ കുറഞ്ഞുള്ള ഒരു കാര്യവും ഇസ്രായേലിന് സ്വീകാര്യമല്ല എന്ന് ഇന്നലെ നെതന്യാഹു ഈ എക്സ്പ്ലോഷന് ശേഷം അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഈ എക്സ്പ്ലോഷനിൽ ഇസ്രായേലിൻ്റെ കൈ വ്യക്തമല്ലെങ്കിലും ഇസ്രായേലിന് ഇതിനകത്ത് കാര്യമായിട്ട് സംശയിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം ഈ പീസ് ടോക്ക് നടക്കുന്ന സമയത്ത് ഈ എക്സ്പ്ലോഷൻ നടന്നു എന്ന് പറഞ്ഞാൽ അത് ഈ പീസ് ടോക്കിനോടുള്ള ഒരു പ്രതിഷേധമായി കാണാം. രണ്ടാമത്, ഈ എക്സ്പ്ലോസീവ്സ് നശിപ്പിക്കേണ്ടത് ഇസ്രായേലിൻ്റെ മാത്രം ആവശ്യമാണ്. കാരണം ഇവർ ഈ മിസൈലുകൾ ഉണ്ടാക്കുന്നത് ഹൂതിക്ക് കൊടുക്കാനാണെങ്കിലും ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കാനാണെങ്കിലും ഹമാസിന് കൊടുക്കാനാണെങ്കിലും ഇറാനിൽ തന്നെ പെട്ടിക്കാതെ പൂട്ടിവെക്കാനാണെങ്കിലും അത് ഇസ്രായേലിനെതിരായിട്ടുള്ളതാണ്. അപ്പോൾ അവർ അവിടെ തന്നെ പിന്നെ ഇത് അവിടുന്ന് പൊട്ടിച്ച് കളഞ്ഞതാവാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല എക്സ്പ്ലോഷൻ സംഭവിച്ചതെന്നാണ് സാറ്റലൈറ്റ് പിക്ചേഴ്സ് കാണിക്കുന്നത്. മൾട്ടിപ്പിൾ പോയിന്റുകളിൽ പല സ്ഥലങ്ങളിൽ എക്സ്പ്ലോഷൻ നടന്നതായി കാണുന്നുണ്ട്. അതായത് ഈ ഫ്യൂവൽ സൂക്ഷിച്ച എല്ലാ സ്ഥലങ്ങളിലും ഒന്നിച്ച് എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്ന് പേജർ ബോംബ് സ്ഫോടനമൊക്കെ സംഭവിച്ചതുപോലെ ഒരു പ്രീ പ്ലാൻഡ് എക്സ്പ്ലോഷൻ ആയിരിക്കണം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമാണ് എക്സ്പ്ലോഷൻ സംഭവിച്ചതെങ്കിൽ അതൊരു ആക്സിഡന്റൽ ഒക്കറൻസ് ആണെന്ന് പറയാം. ഇറാനെ സംബന്ധിച്ച് ഇതുവരെ അവർ ഇതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. ഇസ്രായേലിനെതിരെ അവർ പ്രത്യേകിച്ച് ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. എക്സ്പ്ലോഷൻ കഴിഞ്ഞ ഉടനെ അഗാച്ചി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇത് പിന്നെ ഇസ്രായേലിൻ്റെ പണിയാണ്, അവർ ഇറാനെ കൊണ്ട് ആക്രമിപ്പിക്കുവാൻ അല്ലെ റെസിപ്രോക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാൻ അവരെ ഒന്ന് ആക്രമിക്കണം എന്നുള്ള താല്പര്യത്തോടെ അവരെ ഇറാന് നേരെ അഴിച്ചുവിട്ട ഒരു ആക്രമണമാണെന്ന് അഗാച്ചി ആദ്യം പറഞ്ഞുവെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിശദീകരണങ്ങളും ഉണ്ടായില്ല. പിന്നീട് ആരും ഈ ഒരു വർത്താനം പറയുകയും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ സൂചിപ്പിക്കുന്നുണ്ട്, ഇറാനെ പലതരത്തിലും പ്രകോപിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കും. കാരണം ഇറാൻ ഇവരെ ഒന്ന് ആക്രമിച്ച് കിട്ടിയാൽ പിന്നെ അവർ തിരിച്ചാക്രമിക്കാൻ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. ഇപ്പോൾ അവരുടെ കൈക്ക് ഒരു വിലങ്ങിട്ട് വെച്ചുകൊണ്ട് അമേരിക്ക ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇറാനെ ഒന്ന് ആക്രമിക്കുക എന്നുള്ള ഒരു സാഹചര്യം അന്വേഷിച്ചാണ് അവർ നടക്കുന്നത്. അപ്പോൾ ഇതുമായി കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ ഈ നെതന്യാഹുവിൻ്റെ വാണിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പം ഇവരിപ്പോൾ ഗാസയിലും പിന്നെ ലെബനോണിലെ ബെയ്റൂത്തിലും അതിഭീകരമായ രീതിയിലുള്ള ആക്രമണം കഴിച്ചുകൂടിയാണ്. ഇപ്പോൾ ഗാസയിൽ അതിനിടയിൽ കൂടെ ഹമാസ് കിടന്ന് കരയുന്നുണ്ട്, ബന്ദികളെ മുഴുവൻ വിട്ടുതരാം, വെടി നിർത്തിയാൽ മതി. ഇത് ഒരു മാസം മുന്നേ ഇസ്രായേൽ ഇവരോട് അങ്ങോട്ട് പറഞ്ഞതാണ്. നിങ്ങൾ മുഴുവൻ ബന്ദികളെയും വിട്ടു തന്നാൽ അവിടെ വെടി നിർത്താമെന്ന് ഇസ്രായേൽ പറഞ്ഞതാണ്. ഇപ്പോൾ അവർ പറയുന്നു മുഴുവൻ ബന്ദികളെയും വിട്ടുതരാം, നിങ്ങൾ ഒന്ന് വെടി നിർത്തി തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇസ്രായേൽ പറയുന്നത് പറ്റിയല്ല, വെടി നിർത്തൽ അങ്ങനത്തെ യാതൊരു കരാറും ഇല്ല, ബന്ദികളെ ഇങ്ങോട്ട് വിട്ടു തന്നാൽ മതി,
പിന്നെ പാലസ്റ്റീൻ അതോറിറ്റിയുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നിങ്ങൾ ആ ബന്ദികളെ മുഴുവൻ ഇങ്ങോട്ട് വിട്ടു തന്നിട്ട് ആയുധം വെച്ച് കീഴടങ്ങി അങ്ങോട്ട് പോയാൽ മതി, വെടിനിർത്തലോ അങ്ങനത്തെ യാതൊരു കാര്യവും ഇങ്ങോട്ട് സംസാരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ നിലപാട്. അപ്പോൾ ഒരു നിലപാട് ഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നിലപാട് ഹമാസിനോട് ഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറാനോട് ഘടിപ്പിക്കുക എന്നതിന് അർത്ഥം ഇതിന്റെ പുറകിലുള്ളത് ഇറാനാണല്ലോ. അതുപോലെ ബെയ്റൂട്ടിൽ അവർ ആക്രമിക്കുന്നു. അവിടെ ഹിസ്ബുള്ള സൂക്ഷിച്ചു വെച്ചിരുന്ന മിസൈലുകൾ ഒരു ബിൽഡിങ്ങിലുണ്ട്, ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലുണ്ട് എന്ന അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ ഫ്ലാറ്റ് സമുച്ചയത്തിലെ ആളുകളോട് മുഴുവൻ ഒഴിഞ്ഞു പോകാൻ പറയുകയും 20 മിനിറ്റ് കഴിഞ്ഞ് ആ ഫ്ലാറ്റ് ആക്രമിച്ച് പരിപൂർണമായി തകർക്കുകയും ചെയ്തു. അപ്പോൾ അത് ആളുകൾ വസിച്ചിരുന്ന ഒരു ഫ്ലാറ്റാണ്, അത് പരിപൂർണ്ണമായിട്ട് അവർ തകർത്ത് കളഞ്ഞു. അപ്പോൾ ബെയ്റൂട്ടിന്റെ തലസ്ഥാനം അവർക്ക് തോന്നുന്ന സമയത്ത് അവരെ ലെബനോണിൽ കയറി ബോംബിടും എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ലെബനോണിനെ സംബന്ധിച്ചുള്ളത്, സിറിയയെ സംബന്ധിച്ചുള്ളത്. കൂടാതെ യമനിൽ ഇന്നലെ അമേരിക്ക ആക്രമണം വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ അമേരിക്കയുടെ ആക്രമണം വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയുമായി കമ്പൈൻഡ് ആയിട്ട് ഇറാനോട് യുദ്ധത്തിന് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇസ്രായേലിന്റെ യുദ്ധവും അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്രായേലിന്റെ യുദ്ധതന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവരവരുടെ ടാർഗറ്റുകൾ നശിപ്പിച്ച് കഴിഞ്ഞ് അവിടുന്ന് പിൻവാങ്ങുക എന്നുള്ളതാണ് അവരുടെ രീതി. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാറിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിന്റെ രീതിയല്ല. അമേരിക്കയെ സംബന്ധിച്ച് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ യുദ്ധം സമ്പൂർണ്ണ വിജയത്തിലെത്തിയ ശേഷം മാത്രമേ അവർ അവിടുന്ന് പിൻവാങ്ങുകയുള്ളൂ. ഇപ്പോൾ ഇറാഖിലാവട്ടെ, കുവൈറ്റ് പ്രശ്നത്തിലാവട്ടെ, ഈ വിഷയങ്ങളിലൊക്കെ അവർ ഇടപെട്ട് കഴിഞ്ഞിട്ട് അവിടെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഭരണമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രമാണ് അമേരിക്ക അവിടുന്ന് പിൻവാങ്ങുന്നത്. അത് അമേരിക്കയുടെ സ്റ്റൈലാണ്. ഇത് ഇസ്രായേലിന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യം എന്താണോ അത് അവർ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരവിടുന്ന് പിൻവാങ്ങും. അവിടെ ആര് ഭരിക്കുന്നു ആര് ഭരിക്കുന്നില്ല എന്നുള്ളതൊന്നും അവരുടെ വിഷയമല്ല. അപ്പം ഇസ്രായേൽ പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഡിമാൻഡ്, ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചുകൊള്ളാം, അമേരിക്കയുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് എന്നുള്ളത് ഈ വരുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ട്രേസ് ചെയ്യുക, അതുപോലെ അവരുടെ അടുത്ത് വരുന്ന മിസൈലുകൾ ഡിഫെൻഡ് ചെയ്യുക, അതിനൊക്കെ നാറ്റോയുടെയും അമേരിക്കയുടെയും സഹായം കിട്ടിയാൽ മതി. ആക്രമണം എന്നുള്ള പണി ഇവർ ചെയ്തുകൊള്ളും എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പം ഇവർ നെതന്യാഹു ട്രംപിനെ അമേരിക്കയിൽ വിസിറ്റ് ചെയ്തപ്പോഴും നെതന്യാഹു പറഞ്ഞത് അമേരിക്കയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അമേരിക്ക യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞില്ല, യു സിംപ്ലി ഹെൽപ്പ് അസ്, പണി ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളതാണ്. അപ്പം ട്രംപ് ഇപ്പോഴും അത് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ അതിലേക്ക് ഇവരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണോ ഈ പോർട്ടിൽ നടന്ന ആക്രമണം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തുടർന്നും ഇനി ഇതുപോലെയുള്ള ചില പൊട്ടിത്തെറികൾ ഇറാന്റെ പ്രധാന ഭാഗങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതിനിടയിലൂടെ ഇസ്ലാമിക തീവ്രവാദികൾ കാശ്മീരിൽ ആക്രമണം അഴിച്ചുവിട്ടിട്ട് ഇന്ന് 6 ദിവസം തികയുകയാണ്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവും അതിൻ്റെ നീറ്റലും അശേഷം അടങ്ങിയിട്ടില്ല. രാജ്യത്തെമ്പാടും പ്രതിഷേധം ആടിപ്പടരുകയാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ആക്രമണത്തിന് മതമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ആക്രമണത്തിന് മതം മാത്രമേ ഉള്ളൂ എന്ന് മതം ചോദിച്ചുകൊണ്ടുള്ള അവിടുത്തെ ആക്രമണത്തിൽ നിന്ന് വളരെ വ്യക്തമായ സംഗതിയാണ്. യു കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ്. ഒരു 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 കുന്തത്തെ അതിനെ കുന്തമെന്ന് വിളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ പ്രശ്നത്തെ നേരിടാനാവില്ല. അത് കുന്തം കൊണ്ട് കുത്തുമ്പോൾ അത് കുന്തമല്ലായിരുന്നു, അതൊരു വടി വളഞ്ഞു തിരിഞ്ഞു വന്ന് കൊണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രശ്നത്തിൽ നിന്നുള്ള ഒളിച്ചോടലാണ്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമ്മൾ കാണണം. ഇത് ഇസ്ലാമിക് ടെററിസമാണ്. ഇസ്ലാമിക് ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം, ഒരു ഇസ്ലാമിക് കൺട്രിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, ഇത് ഹിന്ദുസ്ഥാൻ ആയതുകൊണ്ടാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തെ നേരിട്ടാൽ മാത്രമേ ഈ പ്രശ്നം സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്ന് അവർ പറയുകയുണ്ടായി ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കും എന്ന് പറയുകയുണ്ടായി. അതിന് ഇന്ത്യക്കാർക്ക് മുഴുവൻ പറയാനുള്ള മറുപടി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ബീഹാറിലെ ഒരു പ്രകടനത്തിൽ അഭിസംബോധന അദ്ദേഹം പറയുകയുണ്ടായി. നമ്മളിവിടെ ബോംബുകൾ, ആറ്റോമിക് ബോംബുകളും ന്യൂക്ലിയർ ബോംബുകളും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച് കളിക്കാനല്ല എന്ന് പാകിസ്ഥാൻ അറിയുന്നത് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അപ്പം ഇന്ത്യ എന്തായാലും പ്രിപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ഒരു 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 ഔട്ട്റൈറ്റ് യുദ്ധത്തിലേക്ക് കടന്നു പോകുന്നത് നിശ്ചയമായും ഇന്ത്യയിലെ ഒരു പൗരൻ്റെയും താല്പര്യമല്ല. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യയെ വലിച്ചിഴയ്ക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്, ബോർഡറിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് ടെററിസമാണ്. മരണം എന്ന് പറയുന്നത് പോലും അവരെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വർഗവും കൂറിയും ഒക്കെയാണ് അവരെ സംബന്ധിച്ച്. നമ്മളങ്ങനെ മരിക്കാൻ ജീവിക്കുന്നവരല്ല, നമ്മൾ ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. അപ്പോൾ മിനിമം കാഷ്വാലിറ്റി, രാജ്യത്തിന് കാര്യമായ പരിക്കില്ലാതെ, രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയ്ക്കും വികസനത്തിനും കാര്യമായ പരിക്കില്ലാത്ത രീതിയിലുള്ള ഒരു മറുപടിയാണ് രാജ്യം പ്ലാൻ ചെയ്യുന്നത് എന്ന് വേണം വിചാരിക്കാൻ. നേവൽ പവർ ഇന്ത്യ നേവൽ എക്സസൈസുകൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നേവി ഈ അറബിക്കടലിൽ അണിനിരക്കുന്നുണ്ട്. അപ്പം എന്ത് തരത്തിലുള്ള ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തുണ്ടാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതുവരെയും സൂചനകൾ ലഭിച്ചിട്ടില്ല.